ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ക്രൈസ്തവ കോളേജ് വിദ്യാർത്ഥി ക്രിസംഗി പള്ളിയിലച്ചന്മാരെയും വെള്ളിക്കുരിശുമായിട്ട് പള്ളിയിൽ പോയ സുരേഷ് ഗോപിയില്ലേ, സുരേഷ് ഗോപിനെയും ഇന്ത്യയിലെ മൊത്തം BJP-ക്കാരെയും കണ്ടം വഴി ഓടിക്കുന്ന ഒരു വീഡിയോയെ കുറിച്ചാണ് ഞാൻ ഈ ക്രൈസ്തവ വിദ്യാർത്ഥി എന്ന് എടുത്തു പറഞ്ഞത്. ഈ ഘട്ടകാലത്ത് അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. പണ്ടൊന്നും നമുക്കില്ല മതസൗഹാർദ്ദത്തിന്റെ വീഡിയോ കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഈ കേരളത്തിൽ. പക്ഷെ ഈ ഘട്ടകാലത്ത് നമുക്ക് അങ്ങനെയുള്ള വീഡിയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്രൈസ്തവ വിദ്യാർത്ഥി എന്ന് എടുത്തു പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നും ആരും വിചാരിക്കേണ്ട. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. BJP-നെ വെളുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ചന്ദ്രശേഖര മുതലാളിന്റെ ചാനലില് വേശാനെറ്റ് കോളേജിൽ പോയിട്ട് സ്ഥിരം നടന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, BJP വെളുപ്പിക്കല്. ആ പരിപാടിയിൽ സംഘപരിവാറിന്റെയും വേശാനെറ്റിന്റെയും ക്രിസംഗിയുടെ ഒക്കെ പ്രതീക്ഷതാർത്ഥമുണ്ട് ഒരു ക്രൈസ്തവ വിദ്യാർത്ഥി ഇവരെയൊക്കെ കണ്ടം വഴി ഓടിച്ച്. എന്താണ് നമുക്ക് ആദ്യം തന്നെ ആ മനോഹരമായ വീഡിയോ കാണാം, അതിനുശേഷം അതിനെ കുറിച്ച് സംസാരിക്കാം. വാ. അപ്പോൾ LDF വരുന്നു, UDF വരുന്നു. അപ്പൊ ഇതിനിടയിൽ ഒരു മൂന്നാം മുന്നണി, ഒരു BJP NDA മുന്നണിക്ക് ഒരു സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു അവസരം കൂടി കൊടുത്ത് നോക്കണോ? ഇത്രയും കള്ളമായിട്ടുള്ള ആൾക്കാരെ BJP-ക്കാരെ കേരളത്തിന് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അല്ല, കേരളത്തിന് BJP എപ്പോഴും എന്താണ് ഒരു കിട്ടാക്കനി ആയിരിക്കുമോ? ഉറപ്പായിട്ടും കേരളക്കാർക്ക് ഒരു തെറ്റ് പറ്റിപ്പോയാണ് നമ്മുടെ MP സുരേഷ് ഗോപി സാറിനെ കയറ്റിപ്പോയത്. സാർ എന്ത് ചെയ്തു കേരളത്തിന് വേണ്ടിയിട്ട്? കേരളത്തിന് വേണ്ടി ആരെ സംസാരിക്കുന്നു? കലിംഗ സദസ്സൊക്കെ പുള്ളി നടത്തുന്നുണ്ട്. എന്തായാലും കേരളത്തിന് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് പുള്ളി? സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് അതേ ഈ കയറിയ സമയത്ത് പറഞ്ഞത് എന്നെ എന്താണ് കേന്ദ്രമന്ത്രിയാക്കൂ, ഞാൻ ഈ കേരളത്തിലെ അതിഭീകരമായ മാറ്റങ്ങളൊക്കെ കാണിച്ചതൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്താ കാണിക്കുന്നുണ്ട്. ഒട്ടും വിസിബിൾ അല്ലേ? അല്ല. പിന്നെ BJP-ക്കാരുടെ കാര്യം നമുക്കറിയാം, നോർത്തിൽ വർഗീയത വരച്ച ഏറ്റവും വലിയ പാർട്ടിയാണ് BJP. ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്ക് നോർത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥ കേരളത്തിൽ വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഇത് ക്രിസ്ത്യന്മാരുടെ പ്രശ്നം, ക്രിസ്ത്യാനി പ്രശ്നത്തിന് വേണ്ടിയിട്ട് അറിയാം BJP-ക്കാർ എന്താണ് പറ്റും. ക്രിസ്ത്യന്മാരുടെ പ്രശ്നത്തിന് സുരേഷ് ഗോപി എന്താണ് പറ്റും? എന്താണ് പറ്റും അത് പറഞ്ഞത്? അതായത് ഒഡീഷയിലും ഛത്തീസ്ഗഡിലും ഈ മിഷണറിമാർ നമ്മുടെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന ഒരു കേസിൽ BJP-യുടെ ഇടപെടൽ തീരെ മോശമായിരുന്നു. അവർക്ക് എന്ത് ചെയ്തു? അവരുടെ കേസ് തന്നെ പിൻവലിച്ചവർ. പക്ഷേ ഇവർ ഈ ക്രിസ്മസ് സമയങ്ങളിൽ അരമനകൾ കയറി ഇടയ്ക്കൊക്കെ ആയിട്ട് അരമനകളിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഉണ്ട്. അത് ചിന്തിക്കാൻ കഴിവില്ലാത്ത അച്ഛന്മാരാണ് അങ്ങനെ കയറ്റിക്കുന്നത്. അത് ഞാൻ ക്രിസ്ത്യാനിയാണ്, എന്നാലും ഞാൻ പറയും. കാരണം ഞങ്ങളുടെ ഇപ്പൊ വരുന്ന യുവജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർക്കൊരു ബോധ്യമുണ്ട്, ഞങ്ങൾ വോട്ട് ചെയ്യുവാണെങ്കിൽ അത് വർഗീയത വലിച്ചെടുക്കുന്ന പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യത്തില്ല. കാരണം ഞങ്ങളുടെ കേരളം അങ്ങനെ ആകാൻ ഞങ്ങൾ ആദ്യം അംഗീകരിക്കുന്നില്ല. ശരി, അപ്പോൾ അതിനോട് ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു, തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞു. ഉറപ്പായിട്ട് ഇത്തവണ 70,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം നേടിയിട്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത്. ഉറപ്പായിട്ടും ക്രൈസ്തവരുടെ വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഇവിടെ LDF-ന്റെ UDF-ന്റെ വോട്ട് ഷെയർ താഴേക്കാണ് പോകുന്നത്, BJP-യുടെ വോട്ട് ഷെയർ മുകളിലേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് കൂടി വരുന്നത്? അതിനകത്ത് എത്ര കള്ളത്തിലെന്ന് ആർക്കും പറയാൻ പറ്റും? ഇത്രയും രാഹുൽ ഗാന്ധി ഇത്രയും കള്ളത്തിനെ പിടിച്ചു. അപ്പൊ കേരളത്തിൽ എന്ത് വേണ്ടി കള്ളത്തിലായിരിക്കും BJP-നെ കയറാൻ വേണ്ടി പോകുന്നത്? കാരണം അവരെല്ലാം ഭരണം, അവർക്ക് എന്ത് വേണം കാണിക്കാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ഒരു LDF സർക്കാരുമാര് BJP സർക്കാർ കയറിയാൽ നമ്മുടെ കേരളം നശിക്കുമെന്ന് ഞാൻ പറയും, ഉറപ്പായിട്ടും പറയും. കാരണം ക്രിസ്ത്യാനിക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാ. ഈ ബീഫ് കഴിക്കാൻ പറ്റുന്ന കാര്യം അത് അറിയാൻ പറ്റേ? ബീഫ് എന്തുകൊണ്ട് കഴിച്ചുകൂടാ? അതെ, എന്തുകൊണ്ട് കഴിച്ചുകൂടാ? ബീഫ് ഒരു നമുക്ക് ദൈവം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഡൽഹിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഒരു ഏരിയയിൽ മാത്രം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ പള്ളിയിലെ സൗണ്ട് പോലും വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജീവിക്കുന്ന സർക്കാരാണോ? അവർ കയറി കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ് ഈ രാജ്യം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. നമ്മുടെ രാജ്യമാണ്, നമ്മുടെ അവകാശമാണ് എങ്ങനെ കൊണ്ടുപോകണമെന്ന്. പക്ഷെ അവർ അതൊന്നും മാറ്റം വരുത്തുന്നില്ല. ഇതൊരു ഹിന്ദു രാഷ്ട്രമായി കൊണ്ടു നടന്നിരിക്കുക. കാരണം ഇവിടെയുള്ള എല്ലാവർക്കും മതേതര രാജ്യമായി ഇന്ത്യ പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതായത് എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ നമ്മുടെ മതാചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതൊക്കെ ഒരു പാർട്ടി തീരുമാനിക്കുന്ന ഒരു അവസ്ഥ വളരെ മോശമായ അവസ്ഥയാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഇവിടുത്തെ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നാണോ നിങ്ങളുടെ തോന്നുന്നത്? ശ്രമിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ ശരിക്കും ശ്രമിക്കുന്നുണ്ട്. മതേതര രാജ്യമായി മാറ്റിയിട്ട് ഇന്ത്യ രാജ്യമായിട്ട് മാത്രം, ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായി മാത്രം മാറ്റാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ശരി, ഓക്കെ. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി തന്നെയാണ് അവിടെ മുന്നോട്ട് പോകുക. അവരപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അരമനകൾ കയറി ഇറങ്ങി അവിടെ കേക്ക് കൊടുക്കുകയും ക്രൈസ്തവരുമായിട്ട് ചേർന്നുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ഹ്യൂജ് വോട്ട് ഇവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് സംഭവിക്കുമോ ഭാവിയിലെങ്കിലും? സംഭവിച്ചുകൂടാ, പക്ഷേ അത് പ്രായമുള്ളവർ ചെയ്യുന്നതാണ്. കാരണം ഈ വളർന്നു വരുന്ന അടുത്ത കാലഘട്ടം എന്തായാലും BJP-ക്ക് വേണ്ടി വോട്ട് ചെയ്യത്തില്ല. കാരണം ചെയ്യത്തില്ല, അവർക്ക് ചിന്തയുണ്ട്, വിവരമുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ BJP-യുടെ പോസ്റ്റർ എല്ലാം കാവി നിറത്തിലായിരുന്നു. എന്തുകൊണ്ട് BJP കഴിഞ്ഞ ദിവസം ഇലക്ഷൻ ആകാൻ സമയത്ത് കാവി നിറം മാറ്റി നോർമൽ നിറത്തിലോട്ടാക്കി? അവർ വോട്ട് പിടിക്കാനുള്ള മാത്രമാണ്. ഇനി അവർ പല കാര്യങ്ങൾ ഇറക്കും. പക്ഷേ എന്നാലും വോട്ടുള്ളവരാരും BJP ചെയ്തില്ല. കാരണം ഞാൻ എന്തായാലും പേഴ്സണലി BJP ചെയ്തില്ല. കാരണം BJP ചെയ്യുന്നത് വലിയ ക്രൂരതയാണ്. ഈ പെൺകുട്ടികളുടെ മണിപ്പൂരിലെ പ്രശ്നത്തിന് വേണ്ടി BJP എന്ത് ചെയ്തു? പോലീസുകാരും പട്ടാളക്കാരും മിണ്ടാതിരിക്കുമായിരുന്നു, അവരെ തുണിയില്ലാതെ ഓടിക്കാൻ നടത്തിയപ്പം. നമ്മുടെ കേരളത്തിൽ അങ്ങനെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഭാവി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രി പോലും മണിപ്പൂരിലേക്ക് പോകാൻ വൈകി. പക്ഷെ എന്നാലും പോലീസുകാരും പട്ടാളക്കാരും റോഡിൽ നോക്കുമ്പോൾ പട്ടാളക്കാരന്റെ ഭാര്യനാണ് റോഡിൽ കൂടെ നേക്കറായിട്ട് നടത്തിക്കൊണ്ട് പോയത്. അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ കേരളത്തിൽ പെൺപിള്ളേർക്ക് വരേണ്ട ആവശ്യമില്ല, അങ്ങനെ വരത്തതുമില്ല. പല മതമേലധ്യക്ഷന്മാർ, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഈ BJP-ക്ക് അനുകൂലമായിട്ട് പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എല്ലാവരും മനുഷ്യരാണ്, അച്ഛന്മാരും മനുഷ്യരാണ്, സിസ്റ്റർമാരും എല്ലാവരും മനുഷ്യരാണ്. അവരെ പറഞ്ഞ് പറ്റിക്കായിരിക്കും ചിലപ്പം അവരുടെ പക്കം നിൽക്കുന്നവരും കാണും. പക്ഷെ എല്ലാവരും അങ്ങനെ ആണോന്നില്ല. ഇപ്പം കേരളത്തിലെ പല സഭകളുണ്ട്, ലാറ്റിൻ സഭയുണ്ട്, സിറിയൻ സഭയുണ്ട്, മലങ്കര സഭയുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, പല വിഭാഗങ്ങളുണ്ട്. പക്ഷെ അത് എല്ലാവരും BJP-ക്കാർ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ചിലവർ മാത്രം സപ്പോർട്ട് ചെയ്താലും. പക്ഷേ ബിഷപ്പുമാരും അച്ഛന്മാരും മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യണ്ടേ? അനമനയിൽ കേക്ക് മുറിക്കുക, ബിരിയാണിക്ക് എന്തുകൊണ്ട് ചെയ്തോട്ടെ? പക്ഷേ ജനങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്താലേ അവർ കയറത്തുള്ളൂ. ഒരിക്കലും BJP-ക്കാരെ സമ്മതിക്കത്തില്ല കേരളത്തിൽ. ഓക്കെ. അപ്പോൾ ഇവിടെ നേരത്തെ
കണ്ടോ, ഇത്തരം യുവത്വമാണ് നമ്മുടെ ഏക പ്രതീക്ഷ. പല കോളേജുകളിലും പുതിയ പുതിയ ചാണകക്കുണ്ടുകൾ വരുന്നുണ്ടെങ്കിലും ആ ചാണകക്കുണ്ടുകൾ മണ്ണിട്ട് മൂടാൻ വേണ്ടി ഇതുപോലുള്ള യുവത്വങ്ങളും വളരുന്നുണ്ട്. അതാണ് നമ്മുടെ ആകെയുള്ള ഒരു പ്രതീക്ഷ. ഈ ക്രൈസ്തവ വിദ്യാർത്ഥിയുടെ 100% പോട്ടെ 1% പോലും ബുദ്ധിയിട്ടില്ല നമ്മളെ പല ക്രൈസ്തവ പുരോഹിതന്മാർക്കും ക്രിസംഗി പുരോഹിതന്മാർക്കും കാസകൾക്ക് ഇല്ലാതായി പോയി. ഈ ക്രൈസ്തവ വിദ്യാർത്ഥി മണിപ്പൂരിൽ ഇവന്റെ സമുദായത്തിനുണ്ടായ ബുദ്ധിമുട്ട് പറയുമ്പോൾ തന്നെ ഉത്തരേന്ത്യയിൽ മുസ്ലിം സമുദായത്തിനുണ്ടായ ബുദ്ധിമുട്ടും പറയുന്നുണ്ട്. ഇതുപോലുള്ള മറ്റു മതത്തെ കൂടി സ്നേഹിക്കുന്ന പുതിയ യുവത്വമാണ് കേരളത്തിൽ വളർന്നു വരേണ്ടതും വരുന്നതും. കുറച്ച് യുവത്വം മയക്കുമരുന്നിന്റെ പിടിയിൽ അങ്ങനെ അങ്ങ് പോകുന്നുണ്ടെങ്കിലും അതിലേറെ ഒരുപാട് യുവത്വം നമുക്ക് പ്രതീക്ഷയായിട്ട് ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഇവിടെ കുറച്ച് പുരോഹിതന്മാരുണ്ടല്ല, മറ്റു മതങ്ങളെ വിട്, സ്വന്തം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് നേരെ അക്രമം ഉണ്ടാകും വരെ കണ്ണടച്ച് കടന്നുറങ്ങലാണ്. ഇന്നലെ തന്നെ ഒരു ക്രിസംഗി പുരോഹിതന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേരെ അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കേരള സ്റ്റോറിക്കെതിരെ ഇട്ടൊരു പോസ്റ്റ് ഉണ്ടല്ല, അതിൽ മലയാളികൾ ബീഫും കഴിക്കും മട്ടനും കഴിക്കും എന്ന് പറഞ്ഞെടുക്കാം. പോർക്ക് പന്നി എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് മറ്റാണ് ആ ക്രിസംഗി പുരോഹിതനുണ്ടല്ല കുരുവട്ടലായിട്ട് വന്നത്. അങ്ങനെയുള്ള സംഖ്യയുടെ അടിമകളായ ക്രിസംഗി പുരോഹിതന്മാരുണ്ടല്ല ഈ പയ്യനെ ഒന്ന് കണ്ടു പഠിക്ക്. ഇനി ഇവനെ കണ്ടു പഠിക്കാൻ പറ്റുന്നെങ്കിൽ ഇവനെ ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തിന്റെ 100% എങ്ങനെയെങ്കിലും സംഭരിക്കാൻ നോക്ക് ക്രിസംഗി പുരോഹിതന്മാരെ. എന്നിട്ട് നിങ്ങൾ വേറെ ഏത് സമുദായത്തിന് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങളുടെ സമുദായത്തിന് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയെങ്കിലും സംസാരിക്കാനൊന്ന് പഠിക്കുക. അല്ലാതെ സംഖ്യ എടുക്കുന്ന പൈസയും വാങ്ങി 24 മണിക്കൂറും പുട്ടടിച്ചടക്കുന്ന കെവിൻ പീറ്ററും അവന്റെ അടിമകളും പറഞ്ഞത് കേട്ട് നടക്കല്ല ക്രിസംഗി പുരോഹിതന്മാരെ. അങ്ങനെ നടന്നിട്ട് സ്വന്തം സമുദായത്തെ ചതിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ യൂദാസ് പോലും തോറ്റുപോകും നിങ്ങളുടെ മുന്നിൽ. എവിടെ സ്വന്തം കൂട്ടത്തിലുള്ള ഒരു കന്യാസ്ത്രീ പഞ്ചാബിലുള്ള ഒരു ബിഷപ്പിനെതിരെ പീഡനാരോപണം ഉന്നയിച്ചപ്പെട്ടല്ല, ആ ബിഷപ്പിനപ്പുറം കൂടി ആ കന്യാസ്ത്രീമാരെ പുറത്താക്കുന്ന ടീമല്ലേ നിങ്ങള്. അങ്ങനെയുള്ള നിങ്ങളോട് എന്ത് പറയാൻ വേണ്ടിട്ട് നിങ്ങളോടൊന്നുണ്ടല്ല, ഒന്നും പറയില്ല, ഒരു മണ്ണാങ്കട്ടിയും പറയില്ല. പക്ഷെ ഈ വളർന്നു വരുന്ന യുവത്വത്തിലാണ് നമുക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ. അവര് അരമനയിൽ വന്നിട്ട് മുട്ടിലെഴുന്ന ടീമുണ്ടല്ല, മുട്ടിലെഴുന്ന ടീമിനെയും കേക്ക് മുറിക്കാൻ വരുന്ന ടീമിനെയും കണ്ടം വഴി ഓടിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ആ യുവത്തോടല്ല, സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് സംഭവിക്കുമ്പോൾ മാത്രമല്ല മറ്റു സമുദായത്തിലും അന്യമതത്തിൽപ്പെട്ടവർക്ക് സംഭവിക്കുമ്പോഴും പ്രതിഷേധിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ കാരണം ഇതുപോലുള്ള കുട്ടികളാണ്, ഇതുപോലുള്ള നട്ടലുള്ള ക്രൈസ്തവ കുട്ടികളാണ്. അപ്പൊ നട്ടലോടുകൂടി BJPക്കെതിരെ സംസാരിച്ച ആ ക്രൈസ്തവ വിദ്യാർത്ഥിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.